അപ്പോൾ കാട്ടിലെ ഏറ്റവും വലിയ ജീവി ഏതാ? ആന. ഏറ്റവും സ്പീഡിലോടുന്ന ജീവി ഏതാ? കാട്ടിൽ പിന്നെ എങ്ങനെയാണ് സിംഹം രാജാവായത്? ആറ്റിറ്റ്യൂഡാണല്ലേ. ഏത് ആറ്റിറ്റ്യൂഡാണ്? ഇപ്പോൾ ആന സിംഹത്തിനേക്കാളും 100% വലിയ ജീവിയാണ് അല്ലേ? എന്തായാലും 2 സിംഹത്തിൻ്റെ വലിപ്പം എന്തായാലും ഒരു ആനക്ക് ഉണ്ടാവും. ശക്തിയിലാണെങ്കിൽ ശരിക്ക് 50%-ലധികം കഴിവ് ആർക്കാണ് കൂടുതൽ? ആനക്കാണ്. ബുദ്ധിൻ്റെ കാര്യത്തിൽ 8% കൂടുതൽ ആനക്ക് പവറുണ്ട്. പക്ഷേ ആനയെ സിംഹം തിന്നും. കാട്ടിലുള്ള മുഴുവൻ ജീവികളെയും സിംഹം ചെയ്യും, ഭക്ഷിക്കും. അപ്പോൾ ഓരോ ജീവിനെ കാണുന്ന സമയത്തും എന്താണ് സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്? ഇത് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചാണെന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ആനയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് സിംഹത്തിന് കോൺഫിഡൻസ് കൂടുകയാണ്, ഇതിനെന്ന് എനിക്ക് ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ള. ഒരു ക്ലോസിങ്ങിൽ നമുക്ക് സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വേണം. ഏതൊരു പ്രൊഡക്റ്റും വിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് വലിയ ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിലും അവർ പെർഫോം ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഫെയിലിയർ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവൽ കുറഞ്ഞു പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആനക്ക് കഴിവ് കൂടിയിട്ടും സിംഹത്തിന് അവിടെ രാജാവായി നിൽക്കാനുള്ള കഴിവുണ്ടായത് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ആറ്റിറ്റ്യൂഡ് എന്ത് കിട്ടി? അവൻ്റെ ബിലീവ് സിസ്റ്റത്തിന് മാറ്റം കിട്ടി. ഈ ആറ്റിറ്റ്യൂഡ്, ബിലീവ് സിസ്റ്റത്തിനെ മാറ്റുന്ന ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം മുന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇത് ലീഡേഴ്സും ഏറ്റവും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും സ്കില്ലല്ല ഒരു ലീഡറെ ലീഡറാക്കുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. അതായത് കോൺഫിഡൻറ്റ് ലെവലാണ്. അപ്പോൾ ഇവിടുത്തെ ലീഡേഴ്സും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനേക്കാളും കഴിവുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ സ്കില്ലിനേക്കാളും വലുതാണെന്ത്? നിങ്ങളെ കോൺഫിഡൻറ്റ് ലെവൽ, അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ലെവൽ. അപ്പം 2 കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ക്ലോസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക? ആറ്റിറ്റ്യൂഡ് നന്നാക്കുക. ഏതൊരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ആ കാര്യം ചെയ്യുക. ദൈവമേ ഇതെനിക്ക് പറ്റൂലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങിയാലോ ഒരു നിലക്കും നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മുതൽ കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടുക. ഇന്ന് മുതൽ നമ്മളെ ചിന്ത അതാ വേണ്ടത്. ഹൈ ടിക്കറ്റുകൾ സെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ലോ ടിക്കറ്റ് സെയിൽ ചെയ്യാൻ വില കുറച്ച് കൊടുത്തേച്ചാൽ മതി. 50 കൊടുക്കുന്ന 40 കൊടുത്താലും ആ ആളുകൾ വരും. പക്ഷേ നമുക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് നമ്മളെ കോൺഫിഡൻറ്റ് ലെവൽ കൂടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ബിസിനസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.